ചിത്രകാരനെന്ന നിലയിൽ തനിക്ക് ലഭിച്ച അവസരങ്ങൾ കൃത്യതയോടെയും ആത്മാർത്ഥതയോടെയും നിർവഹിക്കുവാൻ കഴിഞ്ഞുവെന്ന് ചിറയൻകീഴ് ശ്രീകണ്ഠൻ നായർ നിറഞ്ഞ മനസ്സോടെ പറഞ്ഞു. എണ്ണച്ചായ ചിത്രങ്ങളെക്കുറിച്ചും ജലഛായ ചിത്രങ്ങളെക്കുറിച്ചും പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കാവുന്ന തരത്തിൽ വിവരിക്കുന്നു അദ്ദേഹം. ജി ശങ്കരക്കുറുപ്പ് മുതൽ ONV വരെയുള്ള പ്രശസ്തർക്കായി അദ്ദേഹം കവർ ചിത്രങ്ങൾ വരയ്ക്കുകയുണ്ടായി. ചിത്രകലാരചനയിലെ തുടക്കകാലം മുതൽ ഇതേവരെ ലഭിച്ച പുരസ്കാരങ്ങളെക്കുറിച്ച് ഓർത്തെടുക്കുകയാണ് ചിറയൻകീഴ് ശ്രീകണ്ഠൻ നായർ. തൻ്റെ മുടങ്ങിപ്പോയ പഠനകാലത്തെക്കുറിച്ചും സിനിമാ രംഗത്തെ പ്രശസ്തരുടെ ഉയർച്ചയെക്കുറിച്ചും ഓർത്തെടുക്കുകയായിരുന്നു അദ്ദേഹം. പഴയ കാലത്തെക്കുറിച്ച് തിരിഞ്ഞൊന്ന് നോക്കുമ്പോൾ ഏറെ സംതൃപ്തിയും സന്തോഷവുമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിമുഖത്തിലേക്ക്. പ്രശസ്ത ചിത്രങ്ങൾ ഏതൊക്കെ? നന്ദിയുടെ വിലാപം, വിധവയുടെ രാത്രി, ദുഃഖം, പഴയൊരമ്പലം, വിരഹിണി, ഇങ്ങനെ ഒരു ഏതാണ്ട് പാട്ടുകളിൽ നല്ല ഒരു 2 ചിത്രങ്ങളുണ്ട്. കുറേ ചിത്രങ്ങളെല്ലാം മ്യൂസിയത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ വേറെ നല്ല ചിത്രങ്ങളെല്ലാം വെളിയിൽ വിറ്റ്. എണ്ണച്ചായ ചിത്രവും ജലച്ചായ വലിയ വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ജലച്ചായ ചിത്രം നമുക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിൽ അലിയിച്ചെടുക്കാൻ കഴിയും. എണ്ണച്ചായത്തിന് അതൊക്കില്ല. എണ്ണച്ചായത്തിന് ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ അത് ലയിച്ചു വരില്ല. അതാണ് എണ്ണച്ചായ ചിത്രവും ഈ ജലച്ചായയും തമ്മിലുള്ള വ്യത്യാസം. ക്യാൻവാസിൽ എണ്ണച്ചായം വരയ്ക്കാൻ പോകും, പേപ്പറിലെ ജലച്ചായം വരയ്ക്കാൻ പോകും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ കൂടുതലും ചിത്രങ്ങളും ഈ പലർക്കായിട്ട് വരയ്ക്കുകയാണ് ചെയ്തത്. അല്ലാതെ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ടുള്ള ചിത്രപരമാകെ മാറ്റി മറ്റുള്ളവർക്ക് വേണ്ടി വരച്ചു കൊടുക്കുക. സ്ഥലം കിട്ടുമല്ലോ. എല്ലാം കൂടെ എത്ര കവർ ചെയ്തിട്ടുണ്ടാവും? ഒരുപാട് മഹാകവി ശങ്കരക്കുറുപ്പ് മുതൽ ONV വരെയുള്ള ഒത്തിരി ആൾക്കാരുടെ ഞാൻ വരയ്ക്കാത്ത വളരെ വളരെ കുറച്ച് വരെ മാറ്റമുള്ളൂ. വടക്കോട്ടുള്ളവരെ ഒന്നും എനിക്ക് വരയ്ക്കാൻ കഴിഞ്ഞില്ല. അതിൽ കുഞ്ഞിരാമൻ നായരും ശങ്കരക്കുറുപ്പും പിന്നെ SK പൊറ്റേക്കാട് ഇങ്ങനെ വളരെ വേണ്ടപ്പെട്ട മിക്കാറുള്ള പുസ്തകങ്ങൾ വരയ്ക്കാം. ഇപ്പോഴതൊന്നുമില്ല. ഇപ്പം എല്ലാം കമ്പ്യൂട്ടറായി കഴിഞ്ഞ് ഓഫ്സെറ്റ് പ്രിന്റിങ് വന്നപ്പോൾ ഈ ചിത്രകാരന്മാർക്ക് പടിയില്ലാതെ വേറെ ഈ കമ്മേഴ്ഷ്യൽ ചിത്രകലയിലോട്ട് ഞാൻ പോയില്ല. ഈ ഒറിജിനൽ ചിത്രകലയിൽ തന്നെ ഉറച്ചു നിന്ന് അതിൽ വരുമാനം അല്പം കുറവാണെങ്കിലും ഒരു മനസ്സിനൊരു തൃപ്തി, സ്വന്തമായിട്ട് ആരും പറയുന്നത് കേട്ട് വരയ്ക്കണ്ട, നമ്മളെ ഉള്ളിൽ തോന്നുന്നത് വരയ്ക്കാം എന്നുള്ളൊരു അതുകൊണ്ട് ഞാൻ അങ്ങനെ പോയില്ല. ഈ പണത്തിന് വേണ്ടി പടം വരയ്ക്കാൻ ഞാൻ പോയില്ല. അതുകൊണ്ട് അത്ര വലുതായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. പുരസ്കാരങ്ങൾ ലളിത അക്കാദമിയുടെ, പിന്നെ അവാർഡ്, ഇങ്ങനെ ഒരുപാട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മത്സരങ്ങളിൽ മിക്കവാറും ഞാൻ പങ്കെടുക്കും. എനിക്കൊരു രസമായിരുന്നു. നമുക്കുണ്ട് 10-15 പ്രധാനപ്പെട്ട അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവസാനം ഗവൺമെന്റ് ലളിത അക്കാദമിയുടെ സ്വർണ്ണ മെഡൽ തന്നിട്ട് മതിയാക്കാൻ പറഞ്ഞു. യാത്രയിലുണ്ടായിരുന്നു. നമ്മൾ പിന്നിലേക്ക് നോക്കുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും എനിക്ക് അതിൽ വിഷമമൊന്നുമില്ല. കാരണം എൻ്റെ ആഗ്രഹം അനുസരിച്ച് വരയ്ക്കാൻ കഴിയുന്നതാണ്. അത് പലരും കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തിയില്ലല്ലോ എന്ന് എനിക്ക് സങ്കടമില്ല. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ സമയം പാടിക്കളഞ്ഞിട്ടില്ല. അപ്പോൾ ആ തുഞ്ചൻ സ്മാരകം തന്നെ ഒരു ശില്പം ഉണ്ടാക്കുന്ന പോലെയാണ് ആ തുഞ്ചൻ സ്മാരകം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു എഞ്ചിനീയർ കണ്ണോടുകൂടി തന്നെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ പഠിത്തം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അതിന് തന്നെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് രവിയെ തന്നെ മനസ്സിലാക്കാം. കൊടുത്തു രവി സത്യം പറയാൻ സംഗീതം പഠിച്ചെങ്കിലും പാടാൻ രവിക്ക് പറ്റിയില്ല. പക്ഷേ ദേവരാജൻ മാസ്റ്റർ എല്ലാവരും വന്ന് പറയുകയും ദേവരാജൻ ഒരു സഹായം ചെയ്യാത്തതാണെന്ന്. സത്യം പറഞ്ഞ ദേവരാജൻ നൃത്തമാണ് രവിയായത്. എന്നാ നീ പാടാല്ല വേണ്ട, നീ കമ്പോസ് ചെയ്യും, നിനക്ക് കഴിവുണ്ട്, അത് നീ ചെയ്യും, നിനക്ക് എന്ത് വേണോ ഞാൻ സഹായിച്ചുതരാം. അത് പലരും വിരോധികളും ഉണ്ടായിരുന്നു. പറഞ്ഞ ഇവൻ വളർന്നു വരുന്നതിൽ ഏറ്റവും കൂടുതൽ അസൂയ ഇല്ല. അവസാനം ദേവരാജൻ ഒരു ചോദ്യം രവിയുടെ ചോദിച്ചു, നീ എന്തുകൊണ്ട് യേശുദാസിനെ കൊണ്ട് പാടിപ്പിക്കുന്നു?
വേറെ ആരെങ്കിലും കിട്ടിയില്ലേ? അന്ന് എന്നോട് ചോദിച്ചാൽ പലരും യേശുദാസിനെ മാത്രമേ കൊണ്ടേ സാർ പാടുള്ളൂ കേൾക്കുമോ? ആ രവിയെ കൊണ്ട് പാടില്ല. രവിക്ക് ഒരു സ്ഥാനമുണ്ട്, യേശുദാസിൻ്റെ ഒരു സ്ഥാനമുണ്ട്. അത് ചിത്രയെ പാടുന്നിടത്ത് വേറൊരാൾ കേട്ടാവില്ല. അവർക്ക് ദേവരായൻ വളരെ ആലോചിച്ച് സ്റ്റഫുള്ളവനെ കണ്ടറിയാം അദ്ദേഹത്തിന് കഴിവുണ്ട് ഇന്ന രീതിയിലായി. അങ്ങനെ അവരെ തിരിച്ചു വിട്ടു. അതുകൊണ്ട് അവർ നല്ലതല്ലേ കളറ പോവൻ ഇല്ലേ, നമുക്കറിയാമെന്നുള്ളതല്ലേ ഇതൊക്കെ. ഒരു ആത്മതൃപ്തി ഉണ്ടാവണമെങ്കിൽ ശ്രീകരൻ ആരെയും അഭിപ്രായം അറിയേണ്ട ആവശ്യമില്ല. ചിത്രം വരച്ചിട്ട് അത് നോക്കി സ്വയം നിർവൃതി ഉണ്ടാവും. മറ്റൊക്കെ ആണെങ്കിൽ ആരെങ്കിലും പറയണം അടെ ആ പാട്ട് നന്നായി എന്ന്. ചിത്രകലയെ കുറിച്ച് അത് വേണ്ട. ചിത്രം സ്വയം തോന്നണം ചിത്രം നന്നാവണം എന്നാണ്.